welcome back. Very happy to see you again here. Thank you. നവീന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നവീനോട് നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? നല്ല അഭിപ്രായമായിരുന്നു ചേട്ടാ. നമ്മൾ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഒന്ന് പരാതി പറഞ്ഞിട്ടായിരുന്നു. പരാതിയോ? പരാതി വേറൊന്നല്ല, പാലക്കാടൻ ഭാഷയല്ല ഞാൻ ചെയ്തത്. അപ്പൊ ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുക, നീ നോക്ക, ഈ രമേഷും പാലക്കാടല്ലേ, ആ ചെക്കനും ഇതിന്റെ കൂടെ കൂടിയില്ലേ? ഞാൻ പാലക്കാടാണ് ജനിച്ചെങ്കിലും കോട്ടയത്തല്ലേ വളർന്നത്. കോട്ടയത്തൊന്നും പാലക്കാട് ഭാഷ ആരും പറയില്ല. അവിടെ പോയിട്ട് നമ്മൾ കോട്ടയത്തൊക്കെ പോയിട്ട് പാലക്കാട് ഭാഷ പറഞ്ഞിട്ട് അവർ ചോദിക്കും, ഓ എന്താണ്ടാ ഉണ്ട് ഇങ്ങനെയാണ് വർത്താനം പറയാന്നുള്ള അവസ്ഥയിലേക്ക് വരും. കോട്ടയത്ത് ഓ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, ഓ പാലക്കാടൊക്കെ ഓ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ചായ കുടിച്ചോ, ഓ ഓ ചോറുണ്ടോ, ഓ എല്ലാം ഓ ആണ്. അതാണ് ഈ കുട്ടി ഇഷ്ടപ്പെട്ടോ? എന്താ ഈ കുട്ടിക്ക് പാലക്കാട് ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. പാലക്കാടിന് കേട് വരുത്തുന്നത്? പാലക്കാടിനെ കേട് വരുത്തില്ല, പാലക്കാടിന് ഭാഗ്യമാണ് ഇതുപോലൊരു കുട്ടി പാലക്കാട് വന്നിട്ട്. പാലക്കാടേക്ക് ശരിയാണ്, പക്ഷെ നിറയെ പുട്ടി അടിച്ചിട്ടാണ് വന്നത്. ആ പുട്ടിയുള്ള ഒരേ ഒരു കുട്ടിയാണ് ഈ കുട്ടി. നിങ്ങൾ ഈ പാലക്കാടൻ ഭാഷ പറഞ്ഞ ഞങ്ങളിവിടെ കൊച്ചിക്കാർ കുറെ പേരിപ്പുണ്ട്. ദേ ഇരിക്കണ മുഴുവൻ പെരുമ്പടപ്പാ അല്ലേ? നമ്മള് പാലക്കാട് ഭാഷ പറഞ്ഞല്ലോ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, പുള്ളി കല്യാണ ബ്രോക്കറായിരുന്നു. അപ്പോൾ പുള്ളി കല്യാണ ബ്രോക്കറായിട്ട് വേണു എന്ന് പറഞ്ഞ ഒരുത്തനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പെണ്ണ് കാണിക്കാൻ ഇപ്പോൾ പെണ്ണ് കെട്ടുകാർ വേണ്ടതെങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നിയിട്ട് അതിൻ്റെ കഥ നാട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടാണ് കേട്ടോ, കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ വാണുല്ലേ ബാബുവേട്ടൻ്റെ മോൻ, വാണുവിന് ചന്തപ്പരയെന്നൊരു കല്യാണാലോചന വന്നിട്ട് ഞാൻ വാണുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചന്തപ്പര വരെ പോയി. അവിടെ പോയപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ്, ഈ വേണുവിന് എന്താണ് പണിയെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലാണ്ട് വേണുവിൻ്റെ പണി ചോദിക്കുമോ? വേണുവിൻ്റെ പണി ആരെങ്കിലും ചോദിക്കുമോ? ചന്തപ്പരയിൽ വന്നിട്ട് ചോദിക്കുക വേണുവിന് എന്താ പണിയെന്ന്. വേണു ഷർട്ട് തുന്നണ മാതിരി ആരും ഷർട്ട് തുന്നുക? ഈ ഷർട്ടൊക്കെ വാണു തുന്നിയതാണ് എന്ന് പറയുമ്പോൾ ബട്ടൺസൊക്കെ കോണാന്നിരിച്ച് കോളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷർട്ടായിട്ടായിരുന്നു. ഈ ഷർട്ട് വാണു തുന്നിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഷർട്ട് തുന്നിയെന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് മോളെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണുവിന് ഇത്തിരി പെണ്ണിനെ കൊടുക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ പെണ്ണിനെ കൊടുക്കണ്ട. എന്നിട്ട് അവർ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നഷ്ടം വേണുവില്ല, നഷ്ടം നിങ്ങളുടെ മോൾക്കാണ്. ഞാൻ അത്ര നേരം പറയാണ്ട് വെച്ചൊരു കാര്യം ഞാൻ വേണുവിനെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർ അയ്യടാന്നായി. ഞാൻ പറഞ്ഞു, വേണുവിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രശ്നം വണ്ടി ഇല്ലാത്തതായിരുന്നു. നമ്മൾ ഒരു ആവശ്യമില്ല 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ലോറി വരെ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കുമല്ലോ ഒരു വണ്ടി ഇല്ലാത്ത സമയത്ത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലുണ്ട് വൈക്കത്ത് കോടതിയിൽ, വലിയ വക്കീലൊരു അന്ന് ഓട്ടോമാറ്റിക് കാർ മേടിച്ചു, നല്ല പ്രീമിയം കാർ ഒരെണ്ണം മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓടിക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടിയാൽ പറഞ്ഞ ഓട്ടോ ആയിരിക്കും, ഞാനൊരു ഡ്രൈവറെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഫ്രഷ് ആയിട്ട് ലൈസൻസ് കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് പുള്ളിനെ കാണ്. പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവൻ അവിടെ ചെന്നു. അപ്പോൾ വക്കീൽ ചോദിച്ചു, ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിക്കാനൊക്കെ. കുഴപ്പമില്ല സാറേ, ഞാൻ ഓടിച്ചോളാം. എന്താണ് സാലറി പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഇവൻ, ഇല്ല സാറേ ഞാൻ ആദ്യമായിട്ടാണ്, ഞാനങ്ങനെ സാലറി ഞാനായിട്ട് പറയൂല. അങ്ങനെ പറയരുത്. ഇപ്പം എന്നെ ഒരു കേസിന് താൻ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സാലറി പറയും. താനൊരു ജോലി ചെയ്യുന്നു, തനിക്ക് പൈസ തരേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, താൻ സാലറി പറയില്ല സാറേ. ഞാൻ സാലറി പറഞ്ഞിട്ട് സാർ എനിക്ക് സാലറി തരില്ല. ഞാൻ സാലറി പറഞ്ഞിട്ട് തൊഴിലിന് വന്ന ഒരാളല്ല. എനിക്ക് സാലറി വേണ്ട. ഞാൻ സാലറി വേണം, പക്ഷെ ഞാൻ എന്താണെന്ന് പറയില്ല. സാർ എന്താണെന്ന് വെച്ചാൽ തന്നത്. ഇവിടെ താനങ്ങനെ പറയരുത്. താൻ സാലറി എന്താണെന്ന് വെച്ചാൽ പറ. ഇല്ല സാറേ, എനിക്ക് സാലറി അല്ല പ്രധാനം, എനിക്ക് എൻ്റെ കൈ ഒന്ന് തെളിയണം, അതിനുവേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഡിസ്കോ മോബി എന്ന് വിളിക്കുന്ന ഒരുത്തനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ കൊണ്ടുവന്നത് അവനാണ്. ഡിസ്കോ മോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ പുഴു അടിക്കുക, മറ്റേ ഇത് ചില്ല്, ഇങ്ങനത്തെ ബ്രേക്ക് ഡാൻസിൻ്റെ ആളാണ്. ഇവൻ 4 വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ, ഇങ്ങനെ ലേണേഴ്സ് എടുക്കാൻ പോയപ്പോൾ RTO പുള്ളിയോട് ചോദിച്ച്, എന്ത് ചെയ്യുന്നു? വെറുതെ ചോദിച്ചു, ഞാൻ ബ്രേക്ക് ഡാൻസ് ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയാ, അങ്ങനെയല്ല സാർ, അത് ഇങ്ങനെയാന്ന്. പെർഫോമൻസിലേക്ക് കടക്കുവാണ്. ഓൾ ദി ബെസ്റ്റ് നവീൻ. താങ്ക് യു ചേട്ടാ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. എന്താണ്? സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. ചെറിയൊരു അസുഖമൊക്കെ കാരണേ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കോട്ടൊരെണ്ണം സെറ്റ് ചെയ്ത് ഇങ്ങനെ പോന്നു. കോട്ടല്ല, ഇത് കോട്ടം. അല്ല, വേറൊന്നല്ല, ചെറിയ അസുഖം വന്നാണ്. എന്താണ്? മടി കാരണം സ്ക്രിപ്റ്റ് എഴുതായിരുന്നത് ശരിക്കും ഇങ്ങോട്ട് ഗ്രൂമിങ്ങിന് പറഞ്ഞതിൻ്റെ തലേദിവസം രാത്രി 9:30 കുറേ ആലോചിച്ചു, സംഗതി ഒന്നും വരണില്ല. അപ്പോൾ അവസാനം ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൗണ്ടർ മോഷ്ടിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇവിടെ പിന്നെ പുതിയ കൗണ്ടറൊന്നും പറ്റില്ലല്ലോ. അതന്നെ ഇവിടെ പുതുതായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പണ്ട് 60കളുടെ അവസാനം 70കളുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത് പ്രേം നസീർ സാർ, അടൂർ ബാസി സാർ, ഇവരെല്ലാം കൂടെ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് അവരവിടെ സ്കിറ്റ് കളിക്കുന്നതിൻ്റെയും റിഹേഴ്സൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ
അമേരിക്കയിലുള്ള താര ആർട്സ് വിജയൻ എന്ന് പറയുന്ന ആ ഷോ കൊണ്ടുപോയ സ്പോൺസറിൻ്റെ വീട്ടിൽ അതിൻ്റെ കാസറ്റ് ഉണ്ട്. പുള്ളിയെ CD ആക്കി വെച്ചിട്ട് ഞാൻ ചെന്നപ്പം എനിക്കൊന്ന് ശാരദാമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് സ്റ്റേജിൽ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് കളിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴും കളിക്കുന്ന സ്കിറ്റായിട്ട് ഒരു ബന്ധമില്ല. അന്നൊക്കെ ഇവരെ കണ്ടാൽ മതിയല്ലോ. അല്ല, ഞാൻ കണക്ക് കൂട്ടുവാണ് നീ പറഞ്ഞു വരുമ്പോഴേ. അതായത് ഒരു 60-70 കാലഘട്ടത്തിൽ ഇവൻ എന്നായിരിക്കും ജനിച്ചു തന്നേരം. ഞാൻ 77 ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി വരുവാ. അല്ല, അത് വലിയൊരു ഭാഗ്യം തന്നെ കേട്ടോ. അവരൊക്കെ വിജയേട്ടൻ എന്ന് പറയുന്ന ആള് ശിവാജി ഗണേശൻ, MGR മുതൽ ഞാൻ ധർമ്മജൻ വരെയുള്ള ആളുകളെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. MGR കേരളത്തിൽ വന്ന് അറ്റൻഡ് ചെയ്ത ഒരേ ഒരു കല്യാണം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. എന്നിട്ട് MGR ഇവർക്ക് യാത്ര ചെയ്യാൻ കാറ് കൊടുത്തിട്ട് ഈ കാറും കൊണ്ട് എവിടെയും പോകാൻ പറ്റണില്ല, ഈ നമ്പർ കാണുമ്പോൾ റോഡ് സൈഡിൽ ആൾ കൂടുക എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ കാറ് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ. അത്രയും വലിയ ആളാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് മലയാള സിനിമ പ്രദർശിപ്പിച്ച ആളാണ് ഈ വിജയൻ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ആൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അന്ന് ഇവിടെ വന്ന് ഫിലിം ബോക്സ് ചുമന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ മലയാളം സിനിമ പ്രദർശിപ്പിച്ച ദിവസം ഇത് കാണാൻ വേണ്ടി നേഴ്സുമാരെല്ലാം കൂടി ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു 1600ഓളം മലയാളി നേഴ്സുകൾ ഒറ്റയടിക്ക് ലീവ് എടുത്തു. എന്താ കാര്യം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയതാണ്. അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവർ വന്നിട്ട് നസീർ സാറ് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് വൈഫിനോട് പറയും വടി എന്ന് പറയും. അപ്പം ഒരു റേസർ കൊണ്ട് കൊടുക്കും. ഞാൻ കുത്തി നടക്കുന്ന വടിയാണ് നിന്നോട് ചോദിച്ചത്, ഞാൻ ഓർത്തു വടിക്കാനാണെന്ന്. കഴിഞ്ഞു. ഇതുപോലത്തെ സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്ന ഷോയുടെ ഇത് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഈ നാട്ടുകാരൊക്കെ പറയും മോഷണം ഒരു കലയാണെന്ന്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടൻ, പുള്ളി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടറായി. ഇതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാവരും ഈ പാട്ട് കേട്ട് ചിരിക്കണോണ്ട് ഞാൻ കുറച്ച് സെൻറ്റി പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗംഭീര സാധനമുണ്ട്. അതായത് ഒരു പെണ്ണ് പയ്യനെ തേച്ചിട്ട് പോയി, പയ്യൻ മരിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ ആലോചിച്ച് പാടുന്നൊരു പാട്ടാണ്. നീ കേട്ട് നോക്കും, നിനക്ക് കരച്ചിട്ട് വരും, ഉറപ്പായിട്ട് നീ കരയാം. പാട്ട് ഇതാണ്: പുഞ്ചിരിയോ നിൻ കവിളിൽ വഞ്ചനയോ പൊന്മകളെ. അതന്നെയാണ്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ചേട്ടന് എന്ത് കാര്യമാണിത്? ചേട്ടൻ പറഞ്ഞു, ഇത് ഒരിക്കലും മോഷണം എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. പിന്നെന്താണ്, ഇതാണ് ഇൻസ്പിറേഷൻ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിറേഷൻ. ഈ കള്ളന്മാരുടെ കാര്യത്തിൽ കുറച്ച് മനസാക്ഷിയുള്ള കള്ളന്മാരുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ മോഷണം സ്ഥിരം ഒരു പതിവായി. അപ്പോൾ സ്റ്റേഷനിൽ ഒരുപാട് പരാതികൾ പോയി. SI പുതിയ ആളാണ്. അപ്പോൾ SI വെല്ലുവിളിച്ചു, ഞാൻ ഇന്ന് ഈ കള്ളനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ SI ഒറ്റയ്ക്ക് പെട്രോളിങ്ങിന് ഇറങ്ങി. രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങി കറക്റ്റായിട്ട് കള്ളനെ കണ്ടു. കള്ളൻ്റെ പുറകെ ഓടി, കള്ളന് നാട്ടിലത്തെ വഴികൾ ഫുള്ളായിട്ട് അറിയാമല്ലോ. അപ്പോൾ കള്ളനോടി. SIക്ക് ഇത് തീരെ പരിചയമില്ല. ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു, കള്ളനത് ചാടിപ്പോയി. SI കറക്റ്റായിട്ട് കുഴിയിൽ വീണു. ഒറ്റയ്ക്കാണെന്ന് ആലോചിക്കണം, ഒരാളും രക്ഷിക്കാനില്ല. പക്ഷെ കള്ളൻ മനസാക്ഷിയുള്ളവനാണ്. തിരിച്ചു വന്നു. SIയെ പിടിച്ച് വലിച്ച് പതുക്കെ കയറ്റി ആശ്വസിപ്പിച്ചു. കുഴപ്പമുണ്ടോ സാർ? ഒരു കുഴപ്പമില്ല, കള്ളനോടി. അപ്പോൾ ഈ മനസാക്ഷിയുടെ കേസ് വേറൊരു സംഭവം കൂടി ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയതാണ്. അവൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, രേഖകൾ കുറേ ഉണ്ട്. ഇവൻ കേസ് കൊടുത്തു, സാധനം കിട്ടാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവനൊരു കൊറിയർ വന്നു. കൊറിയറിൽ ഇവൻ്റെ പേഴ്സ് ഉണ്ട്, ഒരു കുറിപ്പുണ്ട്: സുഹൃത്തെ, എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ എടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ ഞാൻ തിരിച്ചു തരുന്നു. വിശ്വാസപൂർവ്വം കള്ളൻ. ഒപ്പ്. പക്ഷെ അന്ന് തന്നെ കള്ളനെ പിടിച്ചു. അങ്ങനെ കള്ളന് ഈ നന്മ മാത്രം ഉണ്ടായ പോരാ, കുറച്ച് ബുദ്ധിയും ബോധം വേണം. ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടാണ് ഇവൻ കൊറിയർ അയച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് മോഷണം കൂടിയപ്പോൾ ഞാനൊരു നാടൻ പട്ടീനെ വാങ്ങി വളർത്തി. അപ്പോൾ ഇവനൊരു പേരിടണം. സാധാരണ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിനനുസരിച്ച് പേര് വരുമല്ലോ. അപ്പോൾ പോലീസാണെങ്കിൽ കോൺസ്റ്റബിൾ കുട്ടൻപിള്ള, വേലക്കാരി ആണെങ്കിൽ വേലക്കാരി ജാനു, തെങ്ങേറ്റക്കാരനാണെങ്കിൽ തെങ്ങേറ്റക്കാരൻ ചന്ദ്രൻ. അതുപോലെ പട്ടിക്ക് പേരിടുമ്പോഴും സ്ഥിരമുണ്ട്: ജിമ്മി, ജൂലി, ടോമി, ടൈഗർ, കൈസർ. ഇങ്ങനെ സ്ഥിരം പേരുകളായിരിക്കും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല, നമ്മൾ വെറൈറ്റി ആണല്ലോ ആഗ്രഹിക്കണേ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു പേരിടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് നല്ല മലയാളിത്തമുള്ളൊരു പേരിട്ടു: നിപുണൻ. ഞെട്ടിയില്ല, പട്ടി വരെ ഞെട്ടിയത് കേട്ടത്. നമ്മുടെ ഈ നിപുണൻ ഈ ആൾക്കാരെ, പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നന്നായിട്ട് കുരയ്ക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇവന് ട്രെയിനിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഭവമാവുമല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. 2 കമാൻഡ് പഠിപ്പിച്ചു, ഒന്ന് സിറ്റും ഒന്ന് ഷെയ്ക്ക് ഹാൻഡും. അപ്പോൾ കറക്റ്റ് പേര് പോലെ തന്നെ അവൻ ഇതിലൊരു നിപുണനായി. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എന്നിലെ ട്രെയിനർ നല്ല സംഭവമാണല്ലോ. അപ്പോൾ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നിപുണനെ കൊണ്ട് ഓരോ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിക്കും. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ വിളിക്കുന്നു, നിപുണൻ വരുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് സന്തോഷം, നിപുണന് സന്തോഷം. അങ്ങനെ ഞാൻ വിളിച്ച് വന്നിരുന്ന നിപുണൻ വിളിക്കാതെ തന്നെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിപുണൻ ഈ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാലുള്ള കൊര നിർത്തി പകരം ഷെയ്ക്കാൻ്റെ കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വീട്ടിൽ കള്ളം കാക്കാൻ വരുമ്പോൾ നിപുണൻ വരൂ, താങ്കൾ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും പറഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഉള്ളിൽ കയറ്റിയിരുത്തേണ്ട. രാജ് കലേഷ് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, ആങ്കർ കൂടെയാണ്. രാജ് കലേഷിന് വീട്ടിലെ പട്ടി ഇതുപോലെയാ. ആരെങ്കിലും വരുമ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷം, എല്ലാവരുടെ കാലിലൊക്കെ ഇവര് പോകുമ്പോ വിരുന്നുകാർ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതാണ് ആ കാണിക്കുന്നത് മുഴുവനും. അപ്പോൾ എല്ലാവരുടെ അനുഭവമാണല്ലേ. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം വെച്ച് ഞാൻ നിപുണനെ സ്ഥിരമായിട്ട് കൂട്ടിലടച്ചു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞ എല്ലാം എൻ്റെ അനുഭവമൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതും ഒരു മോഷണമല്ലേ എന്ന്. ഒരിക്കലുമല്ല. കാരണം കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിറേഷൻ. താങ്ക് യു.